നമ്മൾ പൊളിക്കും, അടിക്കും, ജയിക്കും. അങ്ങനെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മളെ ലീഗ് മാച്ചസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ന് നമ്മളെ 4ാമത്തെ മാച്ചാണ്. ഫസ്റ്റ് 3 മാച്ചസിൽ 2 മാച്ചസ് നമ്മൾ തോറ്റു, 1 മാച്ചാണ് നമ്മൾ ജയിച്ചിട്ടുള്ളത് ആകെ. അപ്പോൾ ഇനിയുള്ള ബാക്കി 4 മാച്ചസ് ഭയങ്കര ക്രൂഷ്യലാണ്. അതിലെല്ലാ മാച്ചസിലും ജയിക്കൽ നിർബന്ധമാണ്. ലീഗിലെ ഈ ഡിവിഷനിലെ നമ്മുടെ ടീമിൻ്റെ നിലനിൽപ്പ് ബാക്കിയുള്ള ഈ ഒരു 4 മാച്ചസിൻ്റെ റിസൾട്ടിനെ അടിസ്ഥാനമാക്കിയായിരിക്കും. സോ അപ്പോൾ ഈ 4 മാച്ചസും നല്ല കട്ടക്ക് ഫൈറ്റ് ചെയ്ത് ജയിക്കണം തന്നെയാണ് നമ്മൾ ആഗ്രഹം. ടോസ് അവർക്കായിരുന്നു. അങ്ങനെ അവർ നമ്മളെ ആദ്യം ബാറ്റിങ്ങിന് അയച്ചു. ജാസിർ കഴിഞ്ഞ കളിയിൽ എന്ന പോലെ ഈ കളിയിലും അപാരമായ ടച്ചിലായിരുന്നു. നല്ല അടിപൊളി ക്രിക്കറ്റിംഗ് ഷോട്ട്സ് ഒരുപാട് അവൻ്റെ ബാറ്റിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാം വീഡിയോ എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ നല്ല ടച്ചിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ എടുത്തിട്ട് വെറുതെ ഔട്ടായി പോകണ്ടല്ലോ എന്നുള്ളൊരു അന്ധവിശ്വാസം ഉള്ളതുകൊണ്ടാണ് നമ്മളെല്ലാം വീഡിയോ എടുക്കാൻ. ജാസിർ ഇന്ന് 50+ സ്കോർ ചെയ്യുകയും ചെയ്തു. ജാസിർ നിർത്തിയിട്ട് ബാക്കി ജയേഷ് ഏറ്റെടുത്തു. ജയേഷും നല്ല ടച്ചിലായിരുന്നു. ജയേഷും ഇന്ന് 50 സ്കോർ ചെയ്തു. രണ്ടുപേരുടെയും 50യുടെ ബലത്തിൽ നമ്മളിന്ന് 202 റൺസ് സ്കോർ ചെയ്തു. മറുപടി ബാറ്റിങ്ങിൽ ഓരോ 2 ഓപ്പണേഴ്സും നല്ല കിഡിലും ഫൈറ്റാണ് കാഴ്ചവെച്ചത്. ഒരു ഘട്ടത്തിൽ മത്സരം നമ്മളെ കയ്യിൽ നിന്ന് പോകുന്ന പോലും നമ്മൾ പേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവസാന ഓവറുകളിൽ ഷിനു മണി നല്ല കിഡിലനായിട്ട് തന്നെ എറിഞ്ഞ് മത്സരം നമ്മളെ കയ്യിലെത്തിക്കായിരുന്നു. അങ്ങനെ കുറേ ടെൻഷൻ അടിച്ച് ലാസ്റ്റ് നമ്മൾ ജയിച്ചു ഗൈസ്. നല്ല കിഡിലൻ ഒരു മാച്ച് തന്നെ ആയിരുന്നു. ഇടയ്ക്ക് കുറച്ച് ടെൻഷൻ അടിച്ചെങ്കിലും അവസാനം നമ്മൾ ജയിച്ച് ഹാപ്പി ആയിട്ടാണ് ഗ്രൗണ്ടിൽ നിന്ന് കയറി. ജയിച്ച് 50 അടിച്ച് വെൽ പ്ലേഡ്. നമ്മുടെ ടീമിന് 50 അടിച്ച് നല്ലൊരു തുടക്കം നൽകി ജാസർ ആയിരുന്നു നമ്മുടെ മാൻ ഓഫ് ദ മാച്ച്. കളി പോയിട്ട് നമ്മൾ പിടിച്ചതാണ് കളി. അതെ അതിൽ ആ കംബാക്കിന് ഷിനുവാണ് അതിന്റെ മെയിൻ.